ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട കാര്യങ്ങള് അവരുടെ ജീവിതത്തിൽ ആരോഗ്യം വേണം, ഹെൽത്ത്, പിന്നെ എന്ത് വേണം, പണം വേണം, മണി, പിന്നെ കരിയർ, അവർക്ക് ഒരു ജോലി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കരിയർ വേണം, പിന്നെ അവർക്ക് ബന്ധങ്ങൾ വേണം, ഹാപ്പിനെസ് വേണം. ഇതെല്ലാമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ. ഒരാൾക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ മേഖലകളിലെല്ലാം എങ്ങനെയാണ് 1% റൂൾ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ ആണ്, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ വേണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. കാരണം അറിവ് മാത്രം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമ്മൾ അത് ജീവിതത്തിൽ പ്രയോഗിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങുന്നത്. നിങ്ങൾ ആവേശത്തോടെ ഒരു തീരുമാനം ഇപ്പൊ എടുത്തു, നാളെ മുതൽ ഞാൻ മാറും. പക്ഷെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ? നമ്മുടെ ജീവിതം നിർമ്മിക്കപ്പെടുന്നത് ഒക്കേഷണൽ ഡിസിഷൻസ് കൊണ്ടല്ല, ഡെയിലി ഹാബിറ്റ്സ് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളെ മാറ്റുന്നത്. ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ ആരായിരിക്കും എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ഹാബിറ്റ്സ് തന്നെയാണ്. ഉദാഹരണത്തിന് ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്തിന്റെ മേഖലയിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഇന്ന് 3 മണിക്കൂർ ജിമ്മിൽ പോകും. ഓക്കെ, നിങ്ങൾ അന്ന് 3 മണിക്കൂർ പോയി. പിറ്റേ ദിവസം നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അടുത്ത ദിവസം നിങ്ങൾ 6 മണിക്കൂർ ചെയ്തു. പിന്നത്തെ ദിവസം നിങ്ങൾക്ക് പോയില്ല. പിന്നെ നിങ്ങളൊരു 3-4 ദിവസത്തേക്ക് പോയില്ല. പിന്നെ നിങ്ങൾ വീണ്ടും 3 മണിക്കൂർ പോയി. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കാരണം നിങ്ങൾ കൺസിസ്റ്റന്റ് അല്ല, സാധ്യത വളരെ കുറവാണ്. പക്ഷെ നിങ്ങള് ദിവസവും ഒരു 15 മിനിറ്റ് നടക്കാനുള്ള ഒരു തീരുമാനം എടുത്തെന്ന് വെക്കുക. ആ 15 മിനിറ്റ് നിങ്ങൾ എല്ലാ ദിവസവും നടന്നെന്ന് കരുതുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് നിങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു. ആ സോഫ്റ്റ് ഡ്രിങ്ക് നിങ്ങൾ ഒരു വർഷം മൊത്തവും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കൂടുതൽ കുടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു വർഷത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടുതൽ കുടിച്ചു എന്ന് കരുതുക. കൂടാതെ നിങ്ങൾ 30 മിനിറ്റ് നേരത്തെ ഉറങ്ങാനും തീരുമാനിച്ചു. ആ സമയത്ത് ഫോൺ ഉപയോഗിക്കാതെ ശാന്തമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ ഉറങ്ങാൻ തീരുമാനിച്ചു എന്ന് കരുതുക. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും വലിയ കാര്യങ്ങളോ വലിയ ഡിസിഷൻസ് എന്തെങ്കിലും എടുത്തോ? ഇല്ല. ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും നടക്കുക വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എനിക്ക് വേണ്ടെന്ന് വെക്കാം എന്റെ ജീവിതത്തിൽ. ഓക്കെ, അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഗ്ലാസ് വെള്ളം കൂടുതൽ കുടിക്കാം, അതും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 30 മിനിറ്റ് എങ്കിലും നേരത്തെ ഉറങ്ങണം, അതും വളരെ സിമ്പിൾ ആണ്. ഈ ഡിസിഷൻസ് എല്ലാം വളരെ ചെറുതാണ്. പക്ഷെ ഒരു വർഷം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യമല്ല, നിങ്ങൾ ഇപ്പൊ എടുത്ത ഈ എല്ലാ ഡിസിഷൻസും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരവും ഊർജവും ആത്മവിശ്വാസവും മാറിയിട്ടുണ്ടാവും. ആളുകൾ ചിലപ്പോ നിങ്ങളോട് നേരിട്ട് പറയും, നീ ആകെ മാറിപ്പോയല്ലോ. അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കും, മാറ്റം ഉണ്ടോ? നമ്മൾ എന്താ ചെയ്തേ? ദിവസവും നമ്മൾ എടുത്ത തീരുമാനം പാലിച്ചു. അപ്പോ ആ ദിവസേനയുള്ള 1% ചേഞ്ച് നമ്മളെ എവിടെ എത്തിച്ചു? വലിയൊരു മാറ്റത്തിൽ എത്തിച്ചു, വിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് എത്തിച്ചു. പക്ഷെ ആളുകൾക്ക് ആ വിസിബിൾ ആയിട്ടുള്ള മാറ്റം ഒരു വർഷവും കാണാൻ പറ്റില്ല. ഒരു വർഷത്തിന് ശേഷം അവര് വിസിബിൾ ആയിട്ടുള്ള മാറ്റത്തെ അവർ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ പുറകിലെ കഥ അവർക്ക് അറിയില്ല, പക്ഷെ അവര് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തു വിസിബിൾ ആയിട്ടുള്ള മാറ്റത്തിന്. അപ്പൊ ശരിക്കും എന്താ സംഭവിച്ചേ? നമ്മുടെ ആ 1% എഫേർട്ടാണ് അവിടെ നമ്മളെ വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇനി പണത്തിന്റെ കാര്യം എടുത്തു നോക്കാം. പലരും സമ്പന്നരാകാൻ വലിയ ശമ്പളം വേണമെന്നാണ് കരുതുന്നത്. പക്ഷെ യഥാർത്ഥത്തില് വലിയ ശമ്പളത്തെക്കാൾ പ്രധാനം നമ്മുടെ ശീലങ്ങൾ തന്നെയാണ്. ഓരോ മാസവും ചെറിയൊരു തുക നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അനാവശ്യ ചെലവുകള് നമ്മളൊന്ന് റെഗുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓരോ ആഴ്ചയും നമ്മള് പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ച് ഒരു 30 മിനിറ്റ് എങ്കിലും പഠിക്കേണ്ടതുണ്ട്. ഈ ചെറിയ ശീലങ്ങള് കാലക്രമേണ നമ്മളെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഗവേഷണങ്ങൾ നടത്തി ചെയ്യാം കേട്ടോ. ബട്ട് ഞാനൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്ന പോലെ പറഞ്ഞു തരുന്നതാണിത്.
ഇനി റിലേഷൻഷിപ്പിന്റെ കാര്യം എടുത്തു നോക്കാം. ഒരു നല്ല റിലേഷൻഷിപ്പ് ഒരൊറ്റ വലിയ സർപ്രൈസ് അല്ല. നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അവരോട് കണക്റ്റഡ് ആവുന്ന ഒരു രീതി, അവരോട് നമ്മൾ ഒരു ആശയം നമ്മൾ കൺവേ ചെയ്യുന്ന ഒരു രീതി, ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. സുഖമാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനകത്തൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കുക. കൂടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് എങ്കിലും സംസാരിക്കുക. ഒരാളുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ചെറിയ കാര്യങ്ങളാണ് വർഷങ്ങളോളം നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത്. ബന്ധങ്ങൾ തകരുന്നതും ഒറ്റ ദിവസം കൊണ്ടായിരിക്കില്ല. ചെറിയ ചെറിയ അവഗണനകൾ കൂട്ടിച്ചേർത്താണ് തകർച്ചയും നമുക്ക് നേരിടുന്നത്. ഇനി കരിയറിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ദിവസവും ഒരു 20 മിനിറ്റ് എങ്കിലും പുതിയൊരു സ്കില്ല് പഠിക്കാൻ മാറ്റിവെക്കുക. അങ്ങനെ പുതിയൊരു സ്കില്ല് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ 120 മണിക്കൂറിലധികം നിങ്ങൾക്ക് ലേണിംഗ് ഉണ്ടാവും. അത് പലർക്കും ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് നൽകും. മറ്റു പലർക്കും ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് നൽകാൻ ഇടയാക്കും. ഇന്ന് നിങ്ങളോട് മത്സരിക്കുന്നവർ 1000 പേരുണ്ടാവും. പക്ഷെ 1 വർഷം നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ സ്കില്ല് മെച്ചപ്പെടുത്തി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാല് നിങ്ങളോടുള്ള മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം കുറയും. കാരണം കൺസിസ്റ്റൻസി പാലിക്കുന്നവര് വളരെ കുറവാണ്. അപ്പൊ ഈ കൺസിസ്റ്റന്റ് അല്ലാത്ത ആളുകളുടെ കൂടെ മത്സരിക്കേണ്ടി വരുമ്പോ നമുക്ക് വളരെ പെട്ടെന്ന് മുന്നിലെത്താൻ പറ്റും. ഇനി നമുക്ക് വിജയികൾക്കുള്ള പൊതു സ്വഭാവം എന്താന്ന് നോക്കാം. പ്രത്യേകമായിട്ട് നമ്മൾ വിജയികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ളവരല്ല. അവർക്കും മടിയുണ്ട്, അവർക്കും പ്രശ്നങ്ങളുണ്ട്, അവർക്കും നിരാശകളൊക്കെ വരാറുണ്ട്. പക്ഷേ നമ്മളിൽ നിന്ന് അവർക്കൊരു വ്യത്യാസമുണ്ട്. നമ്മളിൽ നിന്ന് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ ആളുകളിൽ നിന്ന് അവർക്കൊരു വ്യത്യാസമുണ്ട്. അവരൊരിക്കലും നിർത്തിക്കളയില്ല. ഒരു ദിവസം മോശമായി പോയാല് അവർ അടുത്ത ദിവസം വീണ്ടും തുടങ്ങാൻ റെഡിയാണ്. നമ്മളാണെങ്കിലോ ഞാനത് ചെയ്തത് ശരിയായില്ല, പിന്നെ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകും. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ അടുത്ത ദിവസം വീണ്ടും തുടങ്ങണം. അവിടെയാണ് 1% റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. പെർഫെക്റ്റ് ആകേണ്ടതില്ല, നമ്മള് പ്രസന്റ് ആയാൽ മതി. പക്ഷെ അത് നമ്മള് എന്താണ് നമുക്ക് പറ്റിയ തെറ്റെന്ന് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുക. ഇനി നിങ്ങളോട് ഇന്ന് തൊട്ട് ചെറിയ ശീലങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഒരു കലണ്ടർ ഒന്ന് മനസ്സിൽ കാണുക. നിങ്ങൾ ദിവസവും ഒരു നല്ല ശീലം ചെയ്യുമ്പോൾ കലണ്ടറിൽ ആ ദിവസത്തില് ഒരു ടിക്ക് അടയാളം ഇടുക. 1-ാമത്തെ ദിവസം ടിക്കിട്ടു, 2-ാമത്തെ ദിവസം ടിക്കിട്ടു, അങ്ങനെ 10 ദിവസം കഴിഞ്ഞു. 10 ദിവസവും ഈ ടിക്ക് കലണ്ടറിൽ കാണുമ്പോൾ ഒരു ചെറിയ ചെയിൻ, ഒരു ചങ്ങലയായിട്ട് രൂപപ്പെടും അല്ലേ? ഇപ്പൊ നിങ്ങളുടെ ലക്ഷ്യം ശീലം ചെയ്യുക എന്നല്ല, ചങ്ങല പൊട്ടിക്കാണ്ടിരിക്കുക. ആ ചങ്ങല പൊട്ടിക്കാതിരുന്നാ മതി. നിങ്ങൾ ഒരു ദിവസം മിസ്സായാൽ പ്രശ്നമില്ല. പക്ഷെ തുടർച്ചയായിട്ട് 2 ദിവസം മിസ് ചെയ്താലോ അവിടെ ഒരു ബ്രേക്ക് വരും. ഒരു ദിവസം മിസ്സായാലും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ വീണ്ടും ആ ചങ്ങല പൊട്ടിക്കാത്ത രീതിയിൽ വീണ്ടും വീണ്ടും ചെയ്തോണ്ടേ ഇരിക്കുക. അപ്പോ നിങ്ങളുടെ ഒരു ദിവസം പോലും അപകടകരമാവുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു ദിവസം മിസ്സാകുമ്പോൾ നമ്മൾ വിചാരിക്കാം കുഴപ്പമില്ല, നാളെയും കൂടെ വേണ്ട. ഇത് അപകടമാണ്. അപ്പോ നിങ്ങൾ 2-ാമത്തെ ദിവസവും അത് നിങ്ങൾ ആ ശീലം ഇല്ലാതിരിക്കുമ്പോ എന്താ സംഭവിക്കുക? അവിടെ വേറൊരു ശീലം കയറി രൂപപ്പെടുന്നു. അതായത് മാറ്റിവെക്കുന്ന ശീലം. അതല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോ അവിടെ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോ ഒരു ദിവസം മിസ്സായി പോയി കരുതി വീണ്ടും അത് മുടക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും തകർന്നു പോകുന്നത്. അപ്പൊ ചങ്ങല ബ്രേക്ക് ചെയ്യാതിരിക്കുക. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരെയും ഞാനിപ്പോ ഒരു ചലഞ്ചിലേക്ക് ക്ഷണിക്കുക. അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾ ഒരു കാര്യം മാത്രം തിരഞ്ഞെടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 10 പേജ് വായിക്കാനുള്ളൊരു തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ 15 മിനിറ്റ് നടക്കാനുള്ളൊരു തീരുമാനം എടുക്കാം, അതുമല്ലെങ്കിൽ 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ സ്കില്ല് നിങ്ങൾക്ക് പഠിക്കാനുള്ള തീരുമാനം എടുക്കാം. പക്ഷെ ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ, വലിയ മാറ്റങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. വെറും 1% മാത്രം. നിങ്ങൾക്ക് വളരെ ഈസിയാണ്, എനിക്കിത് നിസ്സാര സമയം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ എടുക്കുക. കാരണം ചെറിയ ശീലങ്ങൾ തുടങ്ങാൻ നമുക്ക് വളരെ എളുപ്പമാണ്. തുടരാൻ കഴിയുന്ന ശീലങ്ങളാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത്. അപ്പോ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ്. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കണം. ഒരു ദിവസം നിങ്ങൾ വിജയിയായിട്ട് കണ്ണാടിയിൽ നോക്കും.
ആ ദിവസം നിങ്ങൾ പെട്ടെന്ന് വിജയിച്ചതല്ല. ആ ദിവസം ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ആരോഗ്യമുള്ളവനായതല്ല. നിങ്ങൾ പെട്ടെന്ന് സമ്പന്നനായതല്ല. ആ ദിവസത്തിന് മുമ്പ് 100 കണക്കിന് ചെറിയ തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്. ആരും കാണാത്ത ദിവസങ്ങളിൽ, ആരും കൈയടിക്കാത്ത സമയങ്ങളില്, ആരും വിശ്വസിക്കാത്ത സമയങ്ങളിൽ പോലും നിങ്ങൾ 1% വീതം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു പണ്ട്. അതാണ് ഒടുവിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിയത്. അതുകൊണ്ട് വലിയ വിജയത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കരുത്. ഇന്നത്തെ ചെറിയ വിജയത്തെ നിങ്ങൾ ആദരിക്കുക. ഓരോ ദിവസവും നിങ്ങൾക്കുള്ള ചെറിയ ചെറിയ വിജയങ്ങളെ നിങ്ങൾ ആദരിക്കുക. ജീവിതം മാറ്റുന്നത് ഒരു വലിയ നിമിഷമല്ല, ആയിരക്കണക്കിന് ചെറിയ നിമിഷങ്ങളാണ്. ഇത് എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കമന്റിൽ ഒരു കാര്യം എഴുതണം. ഇന്ന് മുതൽ നിങ്ങൾ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന 1%, നിങ്ങൾ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, നിങ്ങളുടെ ആ തീരുമാനം എന്താണെന്ന് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഒരു പക്ഷേ 1 വർഷത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവാം ഈ ഒരൊറ്റ തീരുമാനം. ഓർക്കുക, വലിയ വിജയങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്ന അത്ഭുതങ്ങളല്ല, ദിവസേന ആവർത്തിക്കുന്ന ചെറിയ ശരിയായ തീരുമാനങ്ങളുടെ ഫലമാണ്. അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ലവ് യു ഓൾ.